ഇറാൻ്റെ എണ്ണക്കപ്പലുകൾ ഹോർമുസ് കടലിലൂടെ കുതിച്ച് പായുകയാണ്. അത് കണ്ടെത്താനോ പിടികൂടാനോ അമേരിക്കയുടെ ഒരു സംവിധാനത്തിനും സാധിക്കുന്നില്ല എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. റഡാറിനെ വെട്ടിച്ച് ഇറാൻ്റെ എണ്ണ ടാങ്കുകൾ ഹോർമുസ് കടലിലൂടെ കുതിച്ച് പായുന്നു. ഇതാണ് ചില മീഡിയകളുടെ പ്രാധാന്യമായിരിക്കുന്ന ഹെഡിങ് ആയിട്ട് തന്നെ കൊടുത്തത്. ചിലതിൽ പറയുന്നത് US-ൻ്റെ ഉപരോധം നിലനിൽക്കുന്ന ഇടങ്ങളിലൂടെ എങ്ങനെയാണ് ഇറാൻ്റെ കപ്പലുകൾക്ക് പ്രവേശനമുണ്ടാവുക എന്ന തരത്തിലാണ്. ട്രാക്കിംഗ് സിഗ്നൽ ഓഫ് ചെയ്തും വ്യാജ സിഗ്നൽ നിർമ്മിച്ചും ഇറാൻ ഈ മേഖല കീഴടക്കിയിരിക്കുന്നു. കണ്ടെത്താൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കുന്നുമില്ല. സൂപ്പർ ടാങ്കുകൾ നിശബ്ദമായിട്ട് സഞ്ചരിക്കുന്നു എന്നും നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. വ്യത്യസ്തമായിരിക്കുന്ന പത്ര റിപ്പോർട്ടുകളൊക്കെ വ്യത്യസ്ത തരത്തിലാണ് അതിൻ്റെ ഹെഡ്ലൈൻ കൊടുക്കുന്നത് എന്ന് ചുരുക്കം. ട്രാക്കിംഗ് സംവിധാനം ഓഫ് ചെയ്താണ് ഇറാൻ ഈ യാത്ര തുടരുന്നത്. ബ്ലൂബർഗിൻ്റെ കപ്പൽ ട്രാക്കിംഗ് വിവരപ്രകാരം അമേരിക്കയുടെ വിലക്ക് ഏർപ്പെടുത്തിയ 6 വലിയ എണ്ണക്കപ്പലുകളും അതോടൊപ്പം 10-ലധികം ചെറിയ എണ്ണക്കപ്പലുകളും ഹോർമുസ് കടത്തിയിട്ടുണ്ട്. കണക്ക് പ്രകാരം 1.8 കോടി ബാരൽ ക്രൂഡ് ഓയിൽ എണ്ണ ഈ മേഖലയിലൂടെ ഇറാൻ വളരെ സിമ്പിളായ രീതിയിൽ കടത്തി എന്നുള്ളത്. അതിന് 2 തരത്തിലുള്ള റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഈ ഏരിയകളിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ നങ്കൂരമിട്ടിട്ടുണ്ട്. ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന 24 മണിക്കൂർ നിരീക്ഷണം നടത്തുക. 2 തരത്തിലുള്ള നിരീക്ഷണം. ഒന്ന്, അവർ തന്നെ ഇറാൻ ആക്രമിക്കുമോ എന്ന് നോക്കിയിട്ടാണ്. രണ്ടാമത്തത്, ഏതെങ്കിലും ഇങ്ങനെ ബ്ലാക്ക് ആയിട്ടുള്ള എണ്ണ വണ്ടികൾ, അതായത് പ്രത്യേകിച്ച് ഇറാൻ്റേത് കിടക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്. ഇറാൻ്റേതാണ് എന്ന് തോന്നുന്ന സമയത്ത് പോലും അമേരിക്കയുടെ വ്യോമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അതിനെ ആക്രമിക്കാനുള്ള ഒരു ധൈര്യക്കുറവ് ഇപ്പോൾ അമേരിക്കയ്ക്ക് വന്നിരിക്കുന്നു. കാരണം തിരിച്ചടി ഏത് തരത്തിലാണെന്ന് പറയാനൊന്നും പറ്റില്ല. തങ്ങളുടെ ജീവൻ അപായപ്പെടുന്ന സമയത്ത് മറ്റൊരാളുടെ ജീവനെ അപായപ്പെടുത്തുക എന്നുള്ളത് ഒരു യുക്തിയല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ പതുക്കെ പിറകോട്ടാണ് പോകുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതായത് മുന്നേറാൻ വേണ്ടി സാധിക്കാത്തതിൻ്റെ പ്രയാസം അമേരിക്കയുടെ സൈനികർക്ക് ഈ മേഖലയിൽ ഉണ്ടാകുന്നു. ഇത് ഇറാൻ മുതലെടുക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരണം വിഷയമല്ല. മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടി വന്നാൽ മരിക്കുക എന്നുള്ളതാണ്. അത് അവർ അങ്ങനെ ഒരു പ്രശ്നമാക്കുന്നില്ല. കാര്യം യുദ്ധം ചെയ്യുന്നത് കൃത്യമായിരിക്കുന്ന കൊടിയ ശത്രുവായിരിക്കുന്ന ഇസ്രായേലിനോടും അമേരിക്കയോടും ആണ് എന്നതിനാൽ അവരുടെ മരണം രക്തസാക്ഷിത്വമായിട്ട് അവർ അടയാളപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ 1.5 ലക്ഷത്തോളം ഇറാനികൾ പുതിയതായിട്ട് സൈനിക ബേസിലേക്ക് അല്ലെങ്കിൽ സൈനികരാകാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ ഗവൺമെൻറ്റിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. സൈനിക മേധാവികൾക്കും അമേരിക്കയുടെ പ്രതിരോധ വിദേശകാര്യ സംവിധാനത്തിനും അല്ലെങ്കിൽ ഓഫീസിനും അപേക്ഷ സമർപ്പിച്ചവരുടെ എണ്ണം 1.5 ലക്ഷത്തിൽ നിന്ന് 1.8 ആയിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സൈനികരാവാൻ വേണ്ടി, അതിൻ്റെ അർത്ഥം മരിക്കാൻ വേണ്ടി എന്ന് തന്നെ നമുക്ക് കൂട്ടി വായിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇസ്രായേലിൻ്റെ അകത്ത് നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ സൈനിക മേധാവിത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ സൈനിക പ്രവൃത്തിയിൽ നിന്ന് ഒഴിവാക്കി തരാൻ വേണ്ടിയിട്ട് അവർ അപേക്ഷ കൊടുക്കുന്നു. പല ആളുകൾക്കും പരിക്കേൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പല ഇസ്രായേൽ സൈനികരും അവർക്ക് പരിക്കേൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ കാര്യം എന്താ? പരിക്കേറ്റാൽ പിന്നെ അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റാത്ത രീതിയിലാക്കുക, സ്വയം തന്നെ ആക്കുന്ന രീതിയിലേക്കാണ്. അപ്പോൾ പരിക്കേറ്റവർ പലരും തിരിച്ചു വരുന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ വലിയ നടപടി എടുത്തിട്ട് പല സൈനികരെയും ജയിലടക്കുകയും ചെയ്തു. അതൊന്നും റിപ്പോർട്ടായിട്ട് പുറത്തുവിടാത്തതുകൊണ്ടാണ്. കാര്യം യുദ്ധം എന്ന് ഈ സൈനികർ എന്ന് പറഞ്ഞാൽ കൃത്യമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ ലോകത്ത് മുഴുവനുള്ള ആ കരാർ വ്യവസ്ഥയുണ്ട്. 10 വർഷമാണെങ്കിൽ 10 വർഷം, 20 വർഷമാണെങ്കിൽ അത്രയും വർഷം ഇതിനു വേണ്ടി സേവന പ്രവർത്തികൾ ചെയ്യണം. രാജ്യം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ സൈനിക കമാൻഡർ ആവശ്യപ്പെടുന്ന പ്രവർത്തികൾ, അത് യുദ്ധമുഖത്താണെങ്കിൽ യുദ്ധമുഖത്ത്, കടലേരിയാണെങ്കിൽ അവിടെ, മരുഭൂമിയിലാണെങ്കിൽ അവിടെ, ഏത് ഏരിയയിലാണെങ്കിലും ഏത് സമയത്താണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും അവിടെ എത്തണം. അത് ആ പ്രവൃത്തി ചെയ്യണമെന്നുള്ള നിർബന്ധമാണ്. അപ്പോൾ ഒരു കരാറാണ്. ആ കരാറിന് ലംഘനം ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന ശിക്ഷ ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും തിരിച്ചു പോകാത്തത് കൊണ്ടും സേവനം വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടും യുദ്ധ മേഖലയിൽ കളിക്കുന്നത് കൊണ്ടൊക്കെ പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിയമ നടപടി സ്വീകരിക്കേണ്ട സ്ഥിതിയിലേക്കും ഇസ്രായേലിലെ പല സൈനികരും എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അത് പ്രാധാന്യത്തോടുള്ള ഒരു റിപ്പോർട്ടായിട്ട് ഒരിക്കലും പുറത്തു വരില്ല. യുദ്ധമുഖത്ത് 15 അല്ലെങ്കിൽ 20% സത്യങ്ങൾ മാത്രമേ പുറത്തു വരൂ. ബാക്കിയൊന്നും ഏത് തരത്തിലാണെങ്കിലും പുറത്ത് വരിക വലിയ പ്രയാസമാണ്. ഇപ്പോൾ ജൂലൈ 7 കണക്ക് നോക്കുന്നു. ജൂലൈ 7 എണ്ണ കയറ്റുമതിക്കുള്ള താൽക്കാലിക ഇളവ് അമേരിക്ക പിൻവലിച്ചു. അതുവരെ ഒരു കരാർ വ്യവസ്ഥ, ഒരു വിട്ടുവീഴ്ച ഉണ്ടായിരുന്നു, അത് പിൻവലിച്ചു. അപ്പോൾ രഹസ്യയാത്ര അതിൻ്റെ ശേഷം പിന്നീട് എന്ത് ചെയ്തു? രഹസ്യയാത്ര ഇറാൻ വർദ്ധിപ്പിച്ചു. യഥാർത്ഥത്തിൽ
ഈ ഹോർമുസ് കടൽ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ അന്താരാഷ്ട്ര പാതയാണ്. അത് UN സഭയിൽ തന്നെ ആ പ്രമേയം വരികയും അത് പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇറാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കടലിൽ ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഹോർമുസ് കടൽ ഞങ്ങളുടെ ഭാഗമാക്കിയത് എന്നാണ് അവർ പറയുന്നത്. രണ്ട് അന്താരാഷ്ട്ര പാത അല്ല എന്ന് പറഞ്ഞിട്ടില്ല. ശാന്തമായ രീതി വരികയാണെങ്കിലും ഞങ്ങൾക്കുണ്ടായിരിക്കുന്ന നഷ്ടപരിഹാരമായിട്ട് തിരിച്ചു തരികയാണെങ്കിലും ടോൾ പോലും വാങ്ങാതെ ഹോർമുസ് കടൽ ഞങ്ങൾ പൂർണ്ണമായ രീതിയിൽ തുറന്നു കൊടുക്കുകയും എല്ലാ രാജ്യങ്ങൾക്കും സ്വതന്ത്രമായ രീതിയിൽ അതിലൂടെ യാത്ര ചെയ്യാൻ ഞങ്ങൾ എതിരൊന്നുമല്ല. അത് ലോഡിംഗ് ഉള്ള വിമാനമാണെങ്കിലും യാത്രാ വിമാനമാണെങ്കിലും ഇനി വേറെ ഏതെങ്കിലും സംവിധാനമാണെങ്കിലും അതിനൊന്നും വിരോധമില്ല എന്നുകൂടി യഥാർത്ഥത്തിൽ ഇറാൻ പറഞ്ഞു വെച്ചതാണ്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വകവെക്കൂല, അവിടെ സ്വതന്ത്രപാതയാക്കണം എന്നുള്ളതാണ് അതാണല്ലോ ഈ പ്രശ്നം നമുക്കറിയാമല്ലോ. കപ്പലുകൾക്കുള്ള വിലക്ക് വീണ്ടും കർശനമാക്കിയതോട് കൂടിയിട്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടിന് മാറ്റം വരികയും IRGC ഈ വിഷയത്തിൽ ഇടപെടുകയും നേരിട്ട് ബന്ധപ്പെടുകയും പിന്നീട് അവർ രണ്ട് തരത്തിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു. ഒന്ന്, അവരുടെ അനുവാദമില്ലാതെ വേറെ ഏതെങ്കിലും കപ്പലുകൾ വരികയാണെങ്കിൽ അത് തകർക്കുക, അവരെ ആക്രമിക്കുക എന്നുള്ളതാണ് ഒരു രീതി. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ അവരുടെ കപ്പലുകൾ സ്വതന്ത്രമായ രീതിയിൽ ഈ പറയപ്പെട്ട ട്രാക്കിംഗ് സംവിധാനം തെറ്റിച്ചുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ള രണ്ടാമത്തെ രീതി. അമേരിക്കയുടെ ഉപരോധം നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഇറാൻ്റെ ടാങ്കർ കപ്പലുകളും LPG കപ്പലുകളും ഈ ഹോർമുസ് കടലിലൂടെ സുഖകരമായ രീതിയിൽ കടന്നു പോയിട്ടുണ്ട്. അമേരിക്കയെ പിടികൂടാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിൻ്റെ മറ്റൊരു തരം ഇങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഈ ചൈന ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യമാണ്. ഇന്ത്യ ചൈനയാണ് ഏറ്റവും കൂടുതൽ രാജ്യം, നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ രാജ്യത്തുള്ള ഉപയോഗിക്കുന്ന 90% പെട്രോളിയവും ഇറാൻ്റേതാണ്. 90% തന്നെ പറയുന്നുണ്ട്. 85 to 85 to 30% അങ്ങനെ തന്നെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ 90% ഉപയോഗിക്കുന്നുണ്ട്. എപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്? എല്ലാ കാലത്തും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇറാനെ സാമ്പത്തികപരമായ ഉപരോധത്തിൽ ഏർപ്പെടുത്തിയ സമയത്തും അവർക്ക് യുദ്ധവിമാനങ്ങളോ സംവിധാനങ്ങളോ കൊടുക്കുന്നതും അവരിൽ നിന്ന് സ്വീകരിക്കുന്നതും അടക്കമുള്ള വലിയ രീതിയിലുള്ള കടുത്ത സാമ്പത്തിക ഉപരോധം ഇറാൻ ഏർപ്പെടുത്തിയ കാലത്തും വളരെ സുഖകരമായ രീതിയിൽ ചൈനയ്ക്ക് ഇറാൻ പെട്രോളിയം വിറ്റുകൊണ്ടേയിരുന്നു. അവർ ഉപയോഗിച്ചിരിക്കുന്ന തന്ത്രങ്ങളും ഇങ്ങനെയാണ്: വ്യാജ സിഗ്നൽ ഉണ്ടാക്കുക, റഡാർ ഓഫ് ചെയ്യുക, അങ്ങനെ പല തരത്തിലും ട്രാക്ക് തെറ്റിക്കുക, പല രൂപത്തിലും പല കോലത്തിലും അവിടെ എത്തിയിട്ടുണ്ട്. അതിന് പാകിസ്ഥാനും സഹായിച്ചിട്ടുണ്ട് എന്ന് ഈ അടുത്ത് അമേരിക്ക ആരോപിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഈ കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ. ട്രാക്കിംഗ് സിഗ്നൽ ഓഫ് ചെയ്യുന്നതും വ്യാജ സിഗ്നൽ ഉണ്ടാക്കുന്നതും പിന്നീട് ഈ ട്രാക്ക് തെറ്റിച്ചുകൊണ്ട് പലതരത്തിൽ അമേരിക്കയെ കബളിപ്പിക്കുന്നതും ഈ മേഖലയിൽ ഇറാൻ്റെ സ്ഥിരം പരിപാടിയാണ്. അതിന് ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നു. 2 കപ്പലുകൾ ഇറാൻ ഈ മേഖലയിലൂടെ കടത്തിവിട്ടു. കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് നടന്ന സംഭവമാണ്. അഥവാ അവിടെ ആ സമയത്ത് ഉപരോധമുണ്ട്. എന്നിട്ട് ഇത് ആണ് എന്ന് തോന്നിക്കുന്ന തരത്തിൽ അതിൻ്റെ ഒരു സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്തു. അപ്പോൾ ഈ റഡാറിൽ ഈ കപ്പൽ പതിയുകയും എണ്ണക്കപ്പലുകൾ വരുന്നുണ്ട്. ഒരു എണ്ണക്കപ്പലും മറ്റേ എണ്ണക്കപ്പൽ ഏകദേശം 10 നോട്ടിക്കൽ മൈൽ വ്യത്യാസത്തിനാണ് പോയത് എന്ന് പറയുന്നു. കാരണം ഏതാണ് കറക്റ്റ് എന്ന് തിരിച്ചറിയാൻ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവണം. അപ്പോൾ ട്രാക്ക് ഈ കപ്പലിനെ കാണുകയും കപ്പലിനോട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അമേരിക്കയുടെ സൈനികർ തിരക്കുകയും സൈനികർ തിരക്കിയ സമയത്ത് കൃത്യമായ രീതിയിൽ വിവരം കൊടുക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്തു. പിന്നീട് അമേരിക്ക അതിനെ തടയപ്പെട്ടു എന്നുള്ളതാണ്. തടയപ്പെട്ടതിന് ശേഷം അവർ വലിയ രീതിയിൽ പ്രചാരണം നടത്തി, ഇറാൻ്റെ എണ്ണക്കപ്പലുകൾ തങ്ങൾ പിടികൂടിയിരിക്കുന്നു എന്നുള്ളത്. അത് വലിയ പ്രാധാന്യത്തോടുള്ള റിപ്പോർട്ടുമായി. ഏകദേശം വല്ലാതെ കഴിയാതെ അരമണിക്കൂറിൻ്റെ വ്യത്യാസം പറയുന്ന 25-35 മിനിറ്റിനിടയിൽ മറ്റൊരു കപ്പൽ വന്നു. കപ്പൽ വന്ന സമയത്ത് ഈ കപ്പലും സമാനമായ രീതിയിൽ അവർ സിഗ്നൽ വെട്ടിച്ചു കൊണ്ട് പോകുന്ന രീതിയിൽ, അതായത് മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് പോകുന്ന രീതിയിലായിരുന്നു. ഇതും തടഞ്ഞു. 2 കപ്പൽ പിടികൂടി എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം വലിയ പ്രാധാന്യത്തോടുള്ള വാർത്താ പ്രാധാന്യമൊക്കെ കിട്ടി. അതിൽ എത്രത്തോളം പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, ക്രൂഡ് ഓയിലിൻ്റെ കൃത്യമായിരിക്കുന്ന ഒരു കണക്ക് കിട്ടണം എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു. അതിനെ കണക്കൊക്കെ ബോധിപ്പിക്കുന്ന തരത്തിൽ അവർ ഈ കപ്പൽ മുഴുവൻ പരിശോധിച്ചിട്ടും യഥാർത്ഥത്തിൽ അതിൽ ക്രൂഡ് ഓയിൽ ഇല്ലായിരുന്നു. അപ്പോൾ വെറുതെ അതിലുണ്ടായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നു. ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന അല്ലെങ്കിൽ എത്തിച്ചിരിക്കുന്ന കുറച്ച് ഈ ഇലക്ട്രിക്കൽ ഡിവൈസ് പോലെയുള്ള അല്ലെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങൾ
പിന്നെ കുറേ പുതപ്പ് കിടക്ക പോലെയുള്ള വസ്ത്രങ്ങളടക്കമുള്ള സാധനങ്ങൾ മാത്രമായിരുന്നു അതിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. മറ്റതിൽ നിന്ന് ഈ പ്ലാസ്റ്റിക് ബോട്ടൽ പോലെയുള്ള കുറേ സാധനങ്ങൾ, ഒരു വേസ്റ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും, അതല്ലെങ്കിൽ അത് ഡയലൂട്ട് ചെയ്തിട്ട് മറ്റെന്തെങ്കിലും നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്, അങ്ങനെ പറയാൻ പറ്റും. ഇത്തരം സാധനങ്ങൾ മാത്രമാണ്. അങ്ങനെ അത് വന്നതോട് കൂടിയിട്ട് അവർ എളിഭ്യരായിപ്പോയി, നാണം കെട്ടുപോയി എന്നൊക്കെ പറയാൻ വേണ്ടി സാധിക്കും. പിറ്റേ ദിവസത്തെ റിപ്പോർട്ടൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി വന്നു. ഇതിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ പിടിച്ചു വെച്ചത് വലിയ നഷ്ടമായി, നാണക്കേടായി, മാനക്കേടായി. ഇതിന് ശേഷം ഈ കപ്പലിനെ അവർ വെറുതെ വിടുകയും ചെയ്തു, കാരണം ഇതിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവർ എങ്ങോട്ടാ അതിനെക്കുറിച്ച് വിവരമില്ല. പിറ്റേ ദിവസം ഏകദേശം ഇതേ സമയത്ത് 2 ഭീമൻ കപ്പൽ ഇതേ ട്രാക്കിലൂടെ വന്നു. അത് എണ്ണ വഹിച്ചുകൊണ്ടായിരുന്നു. ട്രാക്ക് ഏകദേശം തെറ്റിച്ചാണ് പോയത് എന്ന് പറയുന്നു, എന്ന ട്രാക്കിലാണ് എന്നും പറയുന്നു. ഏതാണെങ്കിലും അമേരിക്ക അത് പിടികൂടിയതേ ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ നാണക്കേടും മാനക്കേടും ഓർത്തുകൊണ്ട് അങ്ങനെ സന്ദേശങ്ങൾ തെറ്റിക്കുകയും അവരുടെ ട്രാക്കുകൾ തെറ്റിക്കുകയും ഈ പറയപ്പെട്ട സാറ്റലൈറ്റിനെ വെട്ടിക്കുകയും അങ്ങനെ പലതരത്തിലും പല രൂപത്തിലും ഇറാൻ ഈ മേഖലയിലൂടെ എണ്ണ കടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്ന റിപ്പോർട്ട് ഇപ്പം നിലവിൽ പുറത്തു വന്നത് വലിയ നാണക്കേടായിരിക്കുകയാണ് അമേരിക്കക്ക് എന്ന് ചുരുക്കം.